ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ മന്തിയാണ് കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡറിലെടുത്തിട്ട് പിന്നെ സെയിലെല്ലാം ആക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കോഴി എടുത്തിട്ടുണ്ട്. പീടിയത് മേങ്ങുന്ന സമയത്ത് 1,800 ഗ്രാം ഉണ്ടായിന്. തൊലിയെല്ലാം കളഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് കുറവുണ്ടാവും. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള 3 കഷ്ണം ഇഞ്ചിയും 9 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഇതിലേക്ക് 6 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 6 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ വേണ്ടത് ഗ്രാമ്പു 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ ഏലക്ക, പിന്നെ മുളകിൻ്റെ പൊടി 6 ടീസ്പൂണ്, മല്ലിപ്പൊടി അതും 6 ടീസ്പൂണ്, പിന്നെ വേണ്ടത് ഉപ്പ് 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. 3 കോഴി ഉണ്ട്, അപ്പോൾ ആ കാര്യം മറക്കണ്ട. പിന്നെ വേണ്ടത് റിഫൈൻഡ് ഓയിൽ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ അരച്ച അരപ്പിലേക്ക് ഞാൻ കുറച്ച് ചുവന്ന ഫുഡ് കളറും ഇട്ട് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഓർഡറെല്ലാം എടുത്തിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കളറെല്ലാം വേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം. അല്ല നമ്മളെ പേർക്ക് വിരുന്നെല്ലാം വരുന്നെങ്കിൽ കുറച്ച് കളർ ചേർക്കുക. പേരൻ്റെ ആവശ്യത്തിന് മാത്രമേ കളർ ചേർക്കണ്ട. ഇനി കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് മന്തീൻ്റെ മസാല, അത് 3 ടേബിൾ സ്പൂൺ മന്തീൻ്റെ മസാല റെഡിമെയ്ഡ് മേങ്ങിയിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ വേണ്ടത് മാഗി ക്യൂബ്, അത് 3 എണ്ണം. അപ്പോൾ ആ 3 എണ്ണം മേങ്ങുമ്പോൾ അതിൽ 6 പീസ് ഉണ്ടാവും. അതും നല്ലപോലെ പൊടിയാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് മന്തി എല്ലാവരും ഉണ്ടാക്കലുണ്ട്. എന്നെങ്കിൽ ഈ ഒരു മന്തി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം, ഭയങ്കര ടേസ്റ്റ്. കഴിച്ച ആൾക്കെല്ലാം നല്ല അഭിപ്രായം, നല്ലൊരു ഫ്ലേവർ. ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പിന്നെയും ഇത് ഉണ്ടാക്കും. നല്ലപോലെ കൈ കൊണ്ട് തേച്ച് മിനുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മസാല അരക്കുന്ന സമയത്ത് ഞാൻ ഏലക്ക ചേർത്തിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അതിനെ കൊണ്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. ഞാൻ ഫ്രിഡ്ജിൽ രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വെച്ച്. സമയം ഇല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് മുന്നേ 1 മണിക്കൂർ മുന്നെങ്കിലും എടുത്തേക്കണം ഫ്രിഡ്ജിൽ നിന്ന്. തണുപ്പെല്ലാം മാറിയതിന് ശേഷമാണ് നമ്മൾ അടുപ്പിൽ വെക്കേണ്ടത്. ഇപ്പോൾ ഒരു പാത്രത്തിലെല്ലാം നിരത്തി കൊടുത്ത് ഒന്നിൻ്റെ മുകളിൽ ഒന്നാവാത്ത രീതിയിൽ നിരത്തി കൊടുത്തിട്ട് ഈ അരപ്പെല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഈ മന്തി മസാല ഞാൻ 2 പാത്രത്തിൽ ഇപ്പോൾ അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ ഒന്നിൽ തന്നെ പിടിക്കാത്തതുകൊണ്ട് അടുപ്പിൽ വെച്ച്. പിന്നെ ക്യാരറ്റ് 2 ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, അതേപോലെ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും, അതേപോലെ ക്യാപ്സിക്കം 3 എണ്ണം അതും ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 5-6 പച്ചമുളകും വെച്ച് കൊടുത്ത് ഇനി ഫുൾ തീയിൽ തന്നെ 5 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ സമയം അരിയെല്ലാം കുതിരാൻ വെച്ച് സെല്ല റൈസാണ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടത്. 1 മണിക്കൂർ കഴുകുന്നതിന് ശേഷം കുതിരാൻ വെക്കണം. ഇപ്പോൾ 5 മിനിറ്റായി. ഇനി ഈ ഉള്ളിയും ക്യാപ്സിക്കെല്ലാം അടിയിൽ പോകുന്ന രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്ത് 5 മിനിറ്റ് നല്ല തീയിൽ തന്നെ കാഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ചെറുതാക്കി കൊടുക്കണം. ഇനി തീ ചെറുതാക്കിയിട്ട് 15 മിനിറ്റും കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഈ മന്തീൻ്റെ മസാല റെഡിയാവും. 2ഉം പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് കുതിരാൻ വെച്ചിട്ടുണ്ട് അരി ഉണ്ടല്ലോ, അത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി അതിന് ആവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 1 പാത്രം അരിക്ക് 4 പാത്രം വെള്ളം, അങ്ങനെയാണ് കണക്ക്. പിന്നെ 1 കിലോ അരിക്ക് 2.5 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ 1 ക്യാരറ്റ്, ഒരു 10-18ഓളം ഏലക്ക ചതച്ചത്, 3 ടേബിൾ സ്പൂണാണ് കുരുമുളക് മുഴുവനായിട്ടുള്ളത്, 2-3 ബേ ലീഫ്, 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 3 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു 5-6 പീസ് പട്ട. ഇത്രയും കൂടി തിളച്ചതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അരി ഇട്ട ഉടനെ തന്നെ മിക്സാക്കിയില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ കട്ട പിടിക്കും. ആ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. എന്നിട്ട് അരി ഇട്ട് കഴിഞ്ഞെങ്കിൽ നല്ലപോലെ വീണ്ടും വെള്ളം ഒന്ന് തിളക്കണം. ആ തിളച്ച് കഴിഞ്ഞെങ്കിൽ മീഡിയം തീയിൽ വെച്ചിട്ട് 8 മിനിറ്റ് ആകുമ്പോൾ അരി നല്ലപോലെ വെന്ത് കിട്ടും. 8 മിനിറ്റിൽ കൂടിയാൽ വെന്ത് പോകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. 8 മിനിറ്റ് ആകുമ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലോട്ട് അരിച്ചിട്ടിടണം. പിന്നെ ചോറിൻ്റെയൊക്കെ 2 ഉണങ്ങിയ ചെറുപുളി ഉണ്ടല്ലോ, ഡ്രൈ ലെമൺ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് 2 ചിരട്ട കനലാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് മസാല മാത്രം ഒരു കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിന്. കോഴിൻ്റെ കഷ്ണമെല്ലാം പറക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പാതി ചോറ് ഇട്ട് കൊടുക്കണം. പിന്നെ പാതി ചോറ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 6-7 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. സാധാരണ ദമ്മിടുമ്പോൾ മസാലയും കോഴിയെല്ലാം ഒക്കെ ഇട്ടിട്ടാണ് ദമ്മിടൽ. അപ്പോൾ കോഴിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോഴിയെല്ലാം ഞാൻ മാറ്റി വെച്ച് ഇനി ബാക്കിയുള്ള ചോറും മീത്ത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നിരത്തിയിട്ടെടുക്കണം.
ഇനി മുകളിലേക്ക് ഒരു 5-6 പച്ചമുളക് വീണ്ടും കുത്തി കൊടുക്കണം. ഇതിപ്പോൾ ഞാനെല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് മുഴുവൻ പെപ്പറും അതേപോലെ തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോഴി ഉണ്ടല്ലോ, ആ കോഴിയും ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം. എന്നിട്ട് കോഴിൻ്റെ മസാല ഉണ്ടായിന്, അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയോട് കൂടിയിട്ട് കോരി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത്, പിന്നെ കുറച്ച് ചുവന്ന ഫുഡ് കളർ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് കനൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ചട്ടൻ്റെ കനൽ ഒരു കിണ്ണത്തിലിട്ട് നടുവിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ അതിൻ്റെ പുക മുകളിലേക്ക് വരും. നല്ല ചുട്ടുപോലത്തെ കനലായിരിക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ മൂടി വെക്കണം. അതിൻ്റെ പുകയൊന്നും പുറത്ത് പോകാൻ പാടില്ല. ഇനി മൂടി വെച്ചിട്ട് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. ഞാൻ 4 സിലിണ്ടറാണ് വെച്ച് കൊടുത്തത്, അപ്പോൾ നന്നായിട്ട് ദം ചെയ്ത് കിട്ടും. ഇനി 25 മിനിറ്റിന് ശേഷം നമുക്ക് ഈ സിലിണ്ടർ മാറ്റിയിട്ട് കോഴിയെല്ലാം മുകളിൽ എടുത്ത് വെച്ചിട്ട് നല്ല പോലെ ചോറ് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മൾ ദമ്മിടാൻ. 25 മിനിറ്റ് ചെറിയ തീ ആയിരിക്കണം. ഇനി മുകളിൽ ചിക്കനെല്ലാം ഇട്ടിട്ട് നമുക്കിനി അത് സെർവ് ചെയ്യാം. അടിപൊളി ചിക്കൻ മന്തിയാണ്. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചെങ്കിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ മന്തി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം. അപ്പോൾ ഇനിയും കാണാം. ബൈ ബൈ.